ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्ण पादान् सगणललिता शिविशाखान्वितंश्च हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पदे गोपेश गोपिका कान्द राधा कान्द नमोस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवे प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमो ഹരേ കൃഷ്ണ ഹരിം തത്സത്. അപ്പൊ നമ്മൾ ഇന്ന് വായിക്കുന്നത് മുകുന്ദമാല 30-ാമത്തെ ശ്ലോകം. ഭക്താപായ ഭുജാംഗ ഗരുഡാമണി ത്രൈലോക്യ രക്ഷാമണി ഗോപീലോചന ചാതകാംബുദാമണി സൗന്ദര്യമുദ്രാമണി या कांतामणि रुक्मणी घनकुचा द्वन्द्वैकभूषामणि श्रेयो देवशिखामणिर्दिशतु नो गोपालजूडामणि. हरे कृष्ण. എല്ലാവരും വായിച്ചോളൂ. ഭക്താപായ ഭുജാങ്കാരുഡമണി സ്ത്രൈലോക്യ രക്ഷാമണേർ ഗോപീലോചന ചാതങ്കാംബുദമണി സൗന്ദര്യമുദ്രാമണി യക്കാന്താമണി ഘനകുജ ദ്വന്ദ്വൈകഭൂഷാമണി ശ്രേയോ ദേവശിഖാമണിർദിശതു നോ ഗോപാലചൂഡാമണി. വെരി ബോൾ. ഹരേ കൃഷ്ണ. ഭക്താപായ ഭുജാങ്കരൂഢാമണി സ്ത്രൈലോക്യ രക്ഷാമണിർ ഗോപീലോചന ചാതകാംബുദമണി സൗന്ദര്യമുദ്രാമണി യാ കാന്താമണി രുക്മണി കനകകുജദ്വന്ദ്വൈഭൂഷാമണി ശ്രേയോ ദേവശിഖാമണിർ ദിശതു നോ ഗോപാലചൂഡാമണി. ഹരേ കൃഷ്ണ. ശരണി മാതാജി. ഹരേ കൃഷ്ണ. ഭക്താപായ ഭുജാംഗരൂഢമണി ത്രൈലോക്യ രക്ഷാമണിർ ഗോപീലോചന ചാതകാംബുദമണി സൗന്ദര്യമുദ്രാമണി യക്കാന്താമണി കനകുചദ്വന്ദ്വൈകഭൂഷാമണി ശ്രേയോ ദേവശിഖാമണിർദിശതു നോ ഗോപാലചൂഡാമണി. മറ്റേ മാതാജി വായിക്കുന്നുണ്ടോ? ഓക്കെ, ട്രാൻസ്ലേഷൻ വായിക്കാം. മലയാളത്തിലുണ്ടോ മാതാജി ഇത് ട്രാൻസ്ലേഷൻ? വായിച്ചോളൂ. ഭക്തന്മാരുടെ ആപത്ത് അകറ്റുന്ന ഗരുഡന്റെ പുറത്ത് സഞ്ചരിക്കുന്ന രത്നമാണ് അദ്ദേഹം. വായിച്ചു മാതാജി, വായിച്ചു. 3 ലോകങ്ങളെയും സംരക്ഷിക്കുന്ന മാന്ത്രിക രത്നമാണ് അദ്ദേഹം. ഗോപികമാരുടെ ജാതക പക്ഷികളെ പോലുള്ള കണ്ണുകളെ ആകർഷിക്കുന്ന രത്നം പോലുള്ള മേഘമാണ് അദ്ദേഹം. ആകർഷകമായ ആംഗ്യവിക്ഷേപമുള്ളവരിൽ വെച്ച് രത്നമായ പത്നിമാരിൽ അദ്ദേഹം ഏറ്റവും പ്രിയപ്പെട്ടവളായി രുക്മിണി റാണിയുടെ നിറഞ്ഞ സ്തനദ്വന്ദ്ങ്ങളെ അലങ്കരിക്കുന്ന രത്നാഭരണമാണ് അദ്ദേഹം. എല്ലാ ദേവന്മാരുടെയും ശിരോരത്നവും ഗോപാലന്മാരിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടനുമായ അദ്ദേഹം നമ്മൾക്ക് പരമമായ അനുഗ്രഹം തന്നരുളട്ടെ. ഹരേ കൃഷ്ണ. He is the jewel riding on the back of Garuda.
carries away the Lord's devotees on his wings. ഭഗവാനെ മണി 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 പറഞ്ഞിട്ടാണ് ഇവിടെ അല്ലെ സ്തുതിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും മണി, മണി പറഞ്ഞാൽ ജ്വൽ, രത്നം, ദിവ്യരത്നം. നമ്മൾ സാധാരണ കാണുന്ന രത്നമല്ല, ഭൗതിക ലോകത്ത് നിന്ന് കാണുന്ന രത്നം അതും നല്ല അമൂല്യ വസ്തുവാണ്. പക്ഷെ ഭഗവാൻ അങ്ങനെയുള്ള ഭൗതിക തലത്തിലുള്ള രത്നം, ദിവ്യരത്നം. ധ്രുവ മഹാരാജ് ഭഗവാന്റെ ദർശനം കിട്ടിയപ്പോ അദ്ദേഹം ഭഗവാനെ പുകഴ്ത്തുണ്ടായി, സ്തുതിക്കുണ്ടായി. എന്താണ് പറഞ്ഞത്? സ്ഥാനാഭിലാഷി തപസി സ്ഥിതോഹം ത്വം പ്രാപ്തമാൻ ദേവ മുനീന്ദ്രഗുഹ്യം കാഞ്ചൻ വിചിന്വൻ അപി ദിവ്യരത്നം സ്വാമിൻ കൃതാസ്തോസ്മി വരം നയാച്ച്. ധ്രുവ മഹാരാജ് ഭഗവാനെ എന്തിനാണ് ഉപാസിക്കാൻ പോയത്? എന്ത് ഉദ്ദേശത്തോടുകൂടിയാണ് പോയത്? സ്ഥാന അഭിലാഷി, സ്ഥാനം അഭിലാഷി, ആ അഭിലാഷം കൊണ്ടാണ്. സ്ഥാനമാനങ്ങൾ, പൊസിഷൻ, പദവി. എങ്ങനത്തെ പദവി? ബ്രഹ്മാവിനെയും കാട്ടിലും ഉയർന്ന പദവി എനിക്ക് വേണം. ബ്രഹ്മാവിന്റെ പദവിയാണല്ലോ ഏറ്റവും വലുത്. അതിനെക്കാട്ടിലും ഉയർന്ന പദവി വേണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് പോയത് ഉപാസിക്കാൻ വേണ്ടിയിട്ട് കാട്ടില്. തൻ്റെ സ്റ്റെപ്പ് മദർ പറഞ്ഞു, അച്ഛൻ്റെ മടിയിലിരിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഉദരത്തിൽ ജനിക്കണം, അല്ലാണ്ട് അതിന് പറ്റില്ല. അപ്പോൾ നാരായണനെ കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി. ആര് പറഞ്ഞു? തൻ്റെ അമ്മ പറഞ്ഞു. ആരാണ്? സുനീതി. സുരുചി ആരാണ്? സ്റ്റെപ്പ് മദറാണ്, രണ്ടാനമ്മ അല്ലെ. രാജാവിന്റെ ഏറ്റവും അടുത്തുള്ള റാണിയാണ് സുരുചി. ആ പേരിൽ തന്നെ നമുക്കറിയാം. രുചി, സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ. മറ്റത് നീതി, സുനീതി. അതായത് നീതി എവിടെയുള്ള അവിടെ ആ ഒരു സ്ത്രീയാണ്. അപ്പൊ സുനീതി പറഞ്ഞു, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭഗവാനോട് പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഭഗവാൻ എവിടെയാണ്? കാട്ടിലാണ്. അപ്പോൾ കാട്ടിൽ പോയിട്ട് നാരായണനെ, 5 വയസ്സുള്ള കുഞ്ഞ് നാരായണന്, നാരദ മഹർഷി ഒരുപാട് അദ്ദേഹത്തിനെ നിരുത്സാഹപ്പെടുത്തി. വരണ്ട, കാണിച്ച ചെറിയ കുട്ടിയാണ്, വന്യമൃഗങ്ങളുണ്ട്, എല്ലാം ബുദ്ധിമുട്ടായിരിക്കും. ഇല്ല, എനിക്ക് ഇതിനുള്ള വഴി കാണിച്ചു തരുമോ? നാരായണൻ എവിടെ കിട്ടുക, എവിടെ കാണാൻ പറ്റുക, അത് പറഞ്ഞു തന്നാൽ മതി, ബാക്കി കാര്യം ഞാൻ നോക്കും. അപ്പൊ അവസാനം ധ്രുവന്റെ ദൃഢ നിശ്ചയം അല്ലേ, അത് കണക്കിലെടുത്തുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് എന്തായാലും ഇന്ന് പിന്മാറാൻ പോകുന്നില്ല. അപ്പൊ അതിനുള്ള ഇത് പറഞ്ഞു കൊടുത്തു, ഇനിഷ്യേറ്റ് ചെയ്തു. അതിനുള്ള മന്ത്രം പറഞ്ഞു കൊടുത്തു. ആ മന്ത്രം ചൊല്ലിയിട്ട് 6 മാസത്തിനുള്ളിൽ തനിക്ക് ദർശനം കിട്ടി. എന്തിനായിരുന്നു? ഭഗവാനെ കാണണം. തനിക്ക് ബ്രഹ്മാവിൻ്റെക്കാട്ടിലും മീതെയുള്ളൊരു പദവി വേണം, അതിന് വേണ്ടിയിട്ടായിരുന്നു. ആണ് സ്ഥാന അഭിലാഷി തപസ്സി സ്ഥിതോഹം. സ്ഥാനം ആഗ്രഹിച്ചിട്ട് തപസ് ചെയ്തു. ത്വം പ്രാപ്തവാൻ ദേവമുനീന്ദ്രഗുഹ്യം. അതായത് അങ്ങേ പ്രാപിക്കാൻ ദേവന്മാർക്കും മുനി, ഇന്ദ്രൻ തുടങ്ങിയ ആൾക്കാരും കൂടിയിട്ട് ഗുഹ്യമാണ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ കോൺഫിഡൻഷ്യലാണ്. അവർക്ക് പ്രാപിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അങ്ങേ. ത്വം പ്രാപ്തവാൻ ദേവ മുനി ഇന്ദ്ര ഗുഹ്യം. ദേവന്മാര്, മുനികള്, ഇന്ദ്രൻ, അങ്ങനെയുള്ള ആൾക്കാർക്ക്, വലിയ വലിയ പദവിയിലുള്ള ആർക്കും കൂടി ഭഗവാനെ പ്രാപിക്കാൻ പറ്റില്ല. ഞാൻ ആഗ്രഹിച്ചിരുന്നത് എന്തായിരുന്നു? കാഞ്ചൻ വിചിന്മൻ അഭിദിവ്യരത്നം. ഞാൻ അതായത് ഗ്ലാസുകളുടെ പീസസ് ആയിരുന്നു ആഗ്രഹിച്ചത്. എന്താണ് ഗ്ലാസിന്റെ പീസസ് പറഞ്ഞാൽ? ഭൗതിക ലോകത്തിലെ പദവി, സ്ഥാനമാനങ്ങൾ, അതാണ് ആഗ്രഹിച്ചത്. അതിനു വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. പക്ഷെ എനിക്ക് കിട്ടിയെന്നാണ് അപ്പി ദിവ്യരത്നം. സാധാരണ രത്നങ്ങളല്ല, ഭൗതിക ലോകത്തിൽ കാണുന്ന വൈഡൂര്യം, പവിഴം, അങ്ങനെ ഒരുപാട് ഉണ്ടല്ലോ, മൂല്യമുള്ള, അമൂല്യമായിട്ടുള്ള തന്നെ പറയാം, അങ്ങനത്തെ രത്നങ്ങളുണ്ട്. ഇവൻ ഭൗതികം. ഇവിടെ കിട്ടിയത് എനിക്ക് അപ്പി ദിവ്യരത്നം, ഭഗവാന്റെ ദർശനം കിട്ടിയ, അതാണ് ദിവ്യരത്നം. സ്വാമിൻ കൃതാർത്ഥോസ്മി വരം നയാച്ചി. അതുകൊണ്ട് എനിക്ക് ഈ ദിവ്യമായിട്ടുള്ള രത്നം കിട്ടിയതുകൊണ്ട് ഈ സാധാരണ കുപ്പിച്ചില്ലിന്റെ മൂല്യമുള്ള ഈ ഭൗതിക ലോകത്ത് ഉള്ള മൂല്യമുള്ള ആ രത്നം എനിക്ക് ആവശ്യമില്ല. ആ സ്ഥാനമാനങ്ങള്, പദവികൾ എനിക്ക് ആവശ്യമില്ല. ഞാൻ കൃതാർത്ഥനായി, ഞാൻ തൃപ്തനായി, എനിക്ക് വേറൊരു വരവും വേണ്ട എന്നാണ് ധ്രുവ മഹാരാജ്. അപ്പോ ആ
ഭഗവാനെ അവിടെ ദിവ്യരത്നമായിട്ടാണ് അവിടെ കാണുന്നത്. ഇവിടെയും കുലശേഖര ആൾവാർ ഓരോ ഇതിലും വരിയിലും ഭഗവാനെ അലീലയുടെ ആസ്പദമാക്കിയിട്ട് മണി എന്ന് പറയുന്നു. അപ്പൊ ആ മണി എന്ന് പറയുന്നത് ഇവിടെ സാധാരണ മണിയല്ല, അത് ദിവ്യരത്നമാണ്. സോ ഹീസ് ദ ജ്വൽ ഓഫ് റൈഡിങ് ഓൺ ദ ബാക്ക് ഓഫ് ഗരുഡ. ഓക്കെ, ഗരുഡന്റെ പുറത്ത് ഭഗവാനോ അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തന്മാരും ഇല്ലെങ്കിൽ ഗരുഡന് യാതൊരു ഒരു പ്രാധാന്യവും ഇല്ല, അല്ലേ? ഒരു ഇമ്പോർട്ടൻസും ഇല്ല. അപ്പൊ ഗരുഡന്റെ ഇമ്പോർട്ടൻസ് ആണ് ഭഗവാനും ഭഗവാന്റെ ഭക്തന്മാരും. അപ്പൊ ഭഗവാൻ ഗരുഡൻ പുറത്തിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഭക്തന്മാർ പുറത്ത് സവാരി ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോഴാണ് ഗരുഡന്റെ മൂല്യം വർദ്ധിക്കുന്നത്, അല്ലേ? അപ്പൊ അതേപോലെയാണ് ഹീസ് ദ ജ്വൽ റൈഡിങ് ഓൺ ദ ബാക്ക് ഓഫ് ഗരുഡ ഹു ക്യാരീസ് അവേ ദ ലോർഡ്സ് ഡിവോട്ടീസ് ഓൺ ഹിസ് വിങ്സ്. സോ ഹീസ് ദ അപ്പൊ പിന്നെ പറയുന്നത് ഹീസ് ദ മാജിക് ജ്വൽ പ്രൊട്ടക്ടിങ് ദ 3 വേൾഡ്സ്. ഈ 3 ലോകത്തെയും അപ്പർ, മിഡിൽ ആൻഡ് ലോവർ പ്ലാനറ്റ് സിസ്റ്റത്തിനെ സംരക്ഷിക്കുന്ന ആരാണ്? ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി, പ്രത്യക്ഷമായിട്ടും അല്ലാതെയും, അല്ലേ? പരോക്ഷമായിട്ടും ആരാണ്? ഭഗവാൻ സ്വയമാണ് സംരക്ഷിക്കുന്നത്. ദ ജ്വൽ ലൈക്ക് ക്ലൗഡ് അട്രാക്ടിങ് ദ ചാതക ബേർഡ് ഐ ഓഫ് ദ ഗോവിന്ദ്. എന്താണ് ചാതക ബേർഡ്സിന്റെ, നമ്മള് വേഴാമ്പൽ എന്ന് പറയുന്നു മലയാളത്തിൽ. ആ പക്ഷിയുടെ പ്രത്യേകത എന്താണ്? മഴ പെയ്യുമ്പോ മാത്രമേ വെള്ളം കുടിക്കുള്ളൂ അല്ലേ? താഴെ ഭൂമിയിലെ ഇഷ്ടം പോലെ കുളങ്ങളും നദികളൊക്കെ ഉണ്ട്, അതൊന്നും വെള്ളം പോയി കുടിക്കില്ല ദാഹിച്ചാൽ. പക്ഷെ ആ പുതുമഴയ്ക്ക് വേണ്ടി കാത്തുനിൽക്കും. മഴ പെയ്യുന്ന ആ ശുദ്ധജലം മാത്രമേ കുടിക്കുള്ളൂ. അപ്പൊ അതിനറിയാം ക്ലൗഡ്സ് വരുമ്പോ മഴ പെയ്യാൻ പോകുന്നു. അപ്പൊ അതും വെള്ളമിങ്ങനെ ആകാശത്തിൽ പറഞ്ഞിറക്കും. അതിന്റെ മീതെ 2 തുളയുണ്ട്, 2 വെള്ളം കുടിക്കാൻ. അതിലാണ് വെള്ളം കുടിക്കുന്നത്. അപ്പോ ഇവിടെ അതേപോലെ ലൈക്ക് ക്ലൗഡ് അട്രാക്ടിങ് ദ ചാതക ബേർഡ് ഐസ് ഓഫ് ദ ഗോപീസ്. അതുപോലെ ഗോപികമാര് അതിനോട് ഉപമിച്ചിരിക്കുന്നത് ചാതക ബേർഡ്സിന്റെ. കാണിച്ചാൽ ഭഗവാന്റെ ദർശനത്തിന് വേണ്ടി കൊതിക്കുന്ന, അങ്ങനെ ലാലസ അല്ലെങ്കിൽ ലൗല്യം അതോടുകൂടി നിൽക്കുന്ന ഗോപികമാര് അട്രാക്ടിങ് അതായത് ഭഗവാന്റെ ദർശനം, ഭഗവാന്റെ ആ തിരുമുഖം, ആ ജ്വൽ ലൈക്ക് ക്ലൗഡ് അട്രാക്ടിങ് ദ ചാതക ബേർഡ് ഐസ് ഓഫ് ദ ഗോപീസ്. അപ്പൊ ഗോപികമാരുടെ കണ്ണിനെ ആ ചാതക ബേർഡ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ചാതക ബേർഡ് എപ്പോഴാണ് മഴ പെയ്യുന്നത്, അല്ലെ? അതേപോലെ ഗോപികമാരും എപ്പോഴാണ് ഭഗവാന്റെ ദർശനം കിട്ടുക, ഓക്കെ, ആ മണി എപ്പോഴാണ് കാണാൻ പറ്റുക, ജ്വൽ ലൈക്ക് കൃഷ്ണ. And the jewel among all who gesture gracefully. He is the only jeweled ornament on the ample breast of Queen Rukmini. അതായത് രുക്മിണി മാതാവിന്റെ ചെസ്റ്റിലുള്ള ജ്വല്ലാണ് ആരാണ്? ഭഗവാൻ. അതേപോലെ ലക്ഷ്മി ദേവിയുടെ ചെസ്റ്റിലും കൗസ്തുവമണി ആയിട്ട് ഭഗവാനുണ്ട്, അല്ലേ? ഭഗവാനെ അങ്ങനെയുള്ള എന്താ പറഞ്ഞ ഭഗവാന്റെ ചെസ്റ്റില് കൗസ്തുവമണിയായിട്ട് ഭഗവാന്റെ ചെസ്റ്റില് ലക്ഷ്മി ദേവി ഇത് അതായത് കൗസ്തുവമണിയുണ്ട്. അപ്പൊ അവിടെയാണ് വാസസ്ഥലം ലക്ഷ്മി ദേവിയുടെ, അല്ലേ? അതേപോലെ ഇവിടെ രുക്മിണി ദേവിയുടെയും പറയുന്നു ഹു ഈസ് ഹെർസെൽഫ് ദ ജ്വൽ ഓഫ് ബിലവഡ് കൺസേർട്ട്. അപ്പോൾ ദ്വാരകയിലെ കൺസേർട്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട റാണി ആരാണ്? രുക്മിണി ദേവി. മേ ദാറ്റ് ക്രൗൺ ജ്വൽ ഓഫ് ഓൾ ഗോഡ്സ് ദ ബെസ്റ്റ് ഓഫ് കവേർഡ്സ് ഗ്രാൻഡ് സുപ്രീം ബെനിഡിക്ഷൻ. അപ്പോൾ അങ്ങനെയുള്ള ആ ക്രൗൺ ജ്വല്ലാണ് സുപ്രീം ലോർഡ്. ആ ഭഗവാൻ എനിക്ക് ബെനഡിക്ഷൻ തരട്ടെ. എന്ത് ബെനഡിക്ഷനാണ് ചോദിക്കുന്നത്? വലിയ കൊട്ടാരം വേണം, രാജപദവി വേണം, അല്ലെങ്കിൽ ഭൗതിക വസ്തുക്കൾ വേണം, അതാണോ? അല്ല. എന്താണ് ചോദിക്കുന്നത്? എന്ത് ബെനഡിക്ഷനാണ് ഇവിടെ കുലശേഖര ആൾവാർ ചോദിക്കുന്നത്? ആനന്ദം, സ്പിരിച്വൽ ആയിട്ടുള്ള ആനന്ദം തരണം എന്നല്ലേ പ്രഭു? പരമാനന്ദം. ഭഗവാന്റെ നാമം ഉച്ചരിക്കാനും ഭഗവാന്റെ ദർശനം കിട്ടാനും
ഭഗവാന്റെ ലീലകളിൽ പങ്കെടുക്കാനും ഭഗവാന്റെ സ്തുതി കേൾക്കാനും ഭഗവാന്റെ കഥകൾ കേൾക്കാനും ഇതിലുള്ള ആനന്ദം വേറെ ഒന്നുമില്ല. ഈ ആനന്ദം. മറ്റേത് ജഡാനന്ദം, ബ്രഹ്മാനന്ദം, പരമാനന്ദം, സേവാനന്ദം, പല ആനന്ദങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയ ആനന്ദമാണത് അല്ലെ. ഇത് ജഡാനന്ദമൊക്കെ ജഡവസ്തുക്കളിൽ കിട്ടുന്ന ആനന്ദം. ബ്രഹ്മാനന്ദം ബ്രഹ്മൻ ലയിക്കുന്ന ഒരാനന്ദം. അതുപോലെ പരമാനന്ദം, പോലെ പ്രേമാനന്ദം ഭഗവാനെ കാണുന്നതും ഭഗവാനെ വേർഷിപ്പ് ചെയ്യുന്നതും ഇതിൽ കിട്ടുന്ന ആനന്ദം. സേവാനന്ദം പറഞ്ഞാൽ സേവ ചെയ്യുമ്പോൾ കിട്ടുന്ന ആനന്ദം അല്ലെ, ഡിവോഷൻ സർവീസ് കിട്ടുമ്പോൾ. അപ്പൊ അതിൽ ഏറ്റവും ഉയർന്ന ആനന്ദങ്ങളാണ് ഈ പരമാനന്ദം അല്ലെങ്കിൽ പ്രേമാനന്ദം, സേവാനന്ദം എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ ഭഗവാന്റെ സർവീസിലുള്ള ഒരു ആനന്ദം അതിൽ നമുക്ക് വേറെ ഈ ജഡാനന്ദത്തിലോ ബ്രഹ്മാനന്ദത്തിലോ കിട്ടില്ല. അപ്പോ പ്ലീസ് ഗ്രാൻഡസ് ദ സുപ്രീം ബെനഡിക്ഷൻ. ഈ ബെനഡിക്ഷനാണ്, ഈ വരമാണ് കുലശേഖര ആൾവാർ ആഗ്രഹിക്കുന്നത്. ഭഗവാന്റെ ദർശനം, ഭഗവാന്റെ ലീലകൾ കേൾക്കുക, ഭഗവാന്റെ സ്തുതി ചെയ്യുക, ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക, ഇതെല്ലാം സർവീസാണ്. അപ്പൊ ഭഗവാന്റെ ലീലകൾ പങ്കെടുക്കുന്നു, ഭഗവാന്റെ ഭക്തന്മാരായിട്ട് സാഹസിക്കുന്നു. ഇതാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള ആനന്ദം. അപ്പൊ അത് അവാർഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ കുലശേഖര ആൾവാർ റിക്വസ്റ്റ് ചെയ്യുന്നത്, അപേക്ഷിക്കുന്നത്. So in this verse, King Kulashekara gives us glimpses of Lord Krishna in some of his various leelas. In each example, the Lord is described as money, a jewel. Like a jewel, is self-effulgent and beautiful, very beautiful and highly valuable. Highly valuable. അതിനോട് ഉപമിക്കാൻ വേറൊരു ജ്വല്ലില്ല, ഭഗവാനോട് ഉപമിക്കാൻ വേറൊരു രത്നമില്ല. നാമചിന്താമണി കൃഷ്ണ ചൈതന്യ രസവിഗ്രഹ പൂർണ്ണശുദ്ധോ നിത്യമുക്തോ അഭിന്നത്വം നാമനാമിനോ. ഭഗവാന്റെ നാമവും ഭഗവാൻ തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. നാമചിന്താമണി. അപ്പോൾ ഭഗവാന്റെ നാമം എന്താ പറഞ്ഞ, അത് ചിന്താമണിയാണ്. എന്താണ് ചിന്താമണി പറഞ്ഞാൽ? നമ്മൾ ആഗ്രഹിക്കുന്നെല്ലാം സാധിച്ചു തരുന്നതാണ് അല്ലെ. നാമചിന്താമണി കൃഷ്ണ. എന്താ ഒന്നുകൂടെ പറയോ പ്രഭു? നാമചിന്താമണി കൃഷ്ണ ചൈതന്യ രസവിഗ്രഹ പൂർണ്ണശുദ്ധോ നിത്യമുക്തോ അഭിന്നത്വം നാമനാമിനോ. അപ്പോ നാമചിന്താമണിയാണ് ഭഗവാന്റെ നാമം. ഭഗവാന്റെ നാമം ചിന്താമണി. ചൈതന്യ രസവിഗ്രഹ, അതായത് ട്രാൻസെൻഡന്റൽ മെലോസ്, അതിന്റെ രൂപമാണ്. സച്ചിദാനന്ദ രൂപമാണ് ഭഗവാന്റെ. ഭഗവാന്റെ വിഗ്രഹം, ഭഗവാന്റെ ഫോം എന്ന് പറഞ്ഞാൽ ട്രാൻസെൻഡന്റൽസ്, സച്ചിദാനന്ദം. അപ്പൊ ഭഗവാൻ നാമ ചിന്താമണിയാണ്, ഭഗവാന്റെ രൂപം സച്ചിദാനന്ദമാണ്, ചൈതന്യ രസവിഗ്രഹം. ഓക്കെ. പൂർണ്ണശുദ്ധോ, പൂർണ്ണശുദ്ധ പറഞ്ഞാൽ ഓൾവേസ് പ്യുവർ, നെവർ കണ്ടാമിനേറ്റഡ്. ഈ മൂന്ന് ഗുണങ്ങളിലും അതീതമായി നിൽക്കുന്നതാണ് പൂർണ്ണശുദ്ധോ. ഈവൻ ദോ ഭഗവാൻ ഈ ഭൗതിക ലോകത്തിൽ ഇറങ്ങി വന്നാലും കൂടിയിട്ട് ഭഗവാൻ ഈ ഭൗതിക ലോകമായിട്ട് യാതൊരു ബന്ധവുമില്ല. എങ്ങനെ ഒരു താമരപ്പൂവ് ചളിവെള്ളത്തിലാണെങ്കിലും ആ ചളിയായിട്ടും അല്ലെങ്കിൽ വെള്ളമായിട്ട് യാതൊരു സമ്പർക്കം ചെലുത്താതെ നിൽക്കുന്നു, അതിന് മുകളിൽ നിൽക്കുന്നു. അതേപോലെ ഭഗവാൻ ഈ ഭൗതിക ലോകത്തിൽ ഇറങ്ങി വന്നാലും ഭൗതിക ലോകത്തിലുള്ള ഒരു ഗുണങ്ങളിലും ഭഗവാൻ അതിൽ അധീനത്തിൽ വരുന്നില്ല. അതുകൊണ്ട് പൂർണ്ണശുദ്ധോ, നിത്യമുക്ത, എപ്പോഴും ലിബറേറ്റഡ് ആണ് എന്ന് പറയുന്നില്ലേ. ഹി ഈസ് ഇൻ ദ മെറ്റീരിയൽ വേൾഡ് ബട്ട് ഹി ഈസ് നോട്ട് ഓഫ് ദിസ് മെറ്റീരിയൽ വേൾഡ്. അദ്ദേഹം ഈ ഭൗതിക ലോകത്തുണ്ട്, പക്ഷെ അദ്ദേഹം ഈ ഭൗതിക ലോകത്തിലെ അല്ല. ഈസ് ഇൻ ദ മെറ്റീരിയൽ വേൾഡ് ബട്ട് ഹി ഈസ് നോട്ട് ഓഫ് ദിസ് മെറ്റീരിയൽ വേൾഡ്. അതേപോലെ ആചാര്യന്മാർ, പ്രഭുപാദ, നമ്മുടെ പ്രഭുപാദയെ ഒരു സാധാരണ, അതായത് ഒരു ഗുരുവിനെ ഒരു സാധാരണ മനുഷ്യനായിട്ട് കാണാൻ പാടില്ല. കാണാൻ പാടുമോ? അതൊരു ഒഫൻസാണ്. ഗംഗയെ ഒരു സാധാ
നദിയായിട്ടോ അല്ലെങ്കിൽ സാധാരണ വെള്ളമായിട്ടോ കാണാൻ പാടില്ല. ഇറ്റ്സ് എൻ ഒഫെൻസ്. കാണാൻ പാടുമോ? ഭഗവാന്റെ എവിടുന്ന് വരുന്ന പാതാരവിന്ദത്തിൽ നിന്ന് വരുന്നതാണ് ഗംഗാജി, അല്ലേ? അപ്പൊ അതുകൊണ്ട് അതിനെ സാധാരണ വെള്ളമായിട്ട് കാണാൻ പാടില്ല. ഗുരുജനങ്ങളെ ഒരു സാധാരണ വ്യക്തിയായിട്ട് കാണാൻ പാടില്ല. ഇതെല്ലാം ഒഫൻസ് ആണ്. അപ്പോൾ ഇവിടെ പൂർണ്ണശുദ്ധോ നിത്യമുക്തോ അഭിന്നത്വം നാമനാമിനോ. നാമ നാമി. നാമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാന്റെ ശുദ്ധനാമം, ഹോളി നെയിം. നാമി എന്ന് പറഞ്ഞ ആരാണ്? ഭഗവാൻ. ഭഗവാൻ. അഭിന്നത്വം എന്താണ് അതിന്റെ അർത്ഥം? നോ ഡിഫറൻസ് ബിറ്റ്വീൻ ഭഗവാന്റെ ഒരു വ്യത്യാസമില്ല, ഒരു വ്യത്യാസമില്ല. ഓക്കെ. ഭഗവാന്റെ അർത്ഥവിഗ്രഹവും ഭഗവാനും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഇല്ല. ഭഗവാന്റെ നാമം ഭഗവാൻ തമ്മിൽ വ്യത്യാസമുണ്ടോ? ഇല്ല. അഭിന്നത്വം നാമ നാമിനും. അപ്പോ ഭഗവാൻ അങ്ങനെയാണ്. ഭഗവാൻ ഈ ഭൗതിക ലോകത്തിൽ വന്നാലും ശരി, ഭഗവാൻ ഭൗതിക ലോകത്തിലെ കാര്യങ്ങളായിട്ട് യാതൊരു ഇടപാടുമില്ല. ഭഗവാൻ വരുന്ന തൻ്റെ ഭക്തന്മാരെ സംരക്ഷിക്കാനും അതേപോലെ അസുരന്മാരെ നിഗ്രഹിക്കാനും വേണ്ടിയിട്ടാണ്. അതൊരു ലീലയാണ്, അതൊരു ബൈ പ്രോഡക്റ്റ് ആണ്. പക്ഷെ ഭഗവാൻ അതിന് ഇറങ്ങി വരേണ്ട ആവശ്യമില്ല. പ്രധാനപ്പെട്ട് ഭഗവാന്റെ ഭക്തന്മാർക്ക് അസോസിയേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് ആനന്ദം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ വരുന്നത്. അതിൻ്റെ കൂടെ വേറെ പല കാര്യങ്ങളും നടക്കുന്നു ബൈ പ്രൊഡക്റ്റ് ആയിട്ട്. നമ്മൾ കൃഷി, നെൽകൃഷി അത് കൊയ്യുന്നതിനാണ്? അരിക്ക് വേണ്ടിയിട്ടാണ്? ഭൂമിക്ക് വേണ്ടിയിട്ടാണോ? ഭൂമി ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്, അല്ലേ? നെല്ല് കൊയ്യുമ്പോ അരിയും കിട്ടും, അതിൻ്റെ കൂടെ നമുക്ക് ഉമി കിട്ടും. ഉമി ഒരു ബൈ പ്രോഡക്റ്റ്. അതേപോലെ കരിമ്പിന്റെ ജ്യൂസ്, അതേപോലെ വൈക്കോല്. കരിമ്പിന്ന് ജ്യൂസ് എടുത്താൽ അതിന്റെ അതും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കൃഷി കൊയ്ത്ത് കഴിഞ്ഞാൽ നമുക്ക് വൈക്കോലും കിട്ടും, അത് നമ്മുടെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ്. അതേപോലെയാണ് ഭഗവാൻ ഇവിടെ തൻ്റെ ഭക്തന്മാർക്ക് അസോസിയേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടും അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും അവർക്ക് ആനന്ദം പകരാൻ വേണ്ടിയിട്ടും വരുമ്പോൾ അതിൻ്റെ കൂടെ വേറെ പല കാര്യങ്ങളും ബൈ പ്രൊഡക്റ്റ് ആയിട്ട് സംഭവിക്കും. അപ്പൊ മെയിൻ ഉദ്ദേശം എന്താണ്? ഭക്തന്മാരെ ഭക്തന്മാർക്ക് അസോസിയേഷൻ കൊടുക്കാൻ വേണ്ടി. സോ in each example the Lord is described as money, a jewel. Like a jewel, he is self-effulgent, very beautiful and highly valuable. താഴെ ലോവർ പ്ലാനറ്ററി സിസ്റ്റത്തിലൊന്നും സൂര്യവെളിച്ചത്തില്ല, ഉണ്ടോ? സൂര്യവെളിച്ചം മിഡിൽ പ്ലാനറ്ററി സിസ്റ്റം വരെ ഉള്ളൂ. താഴെ എന്താണ്? പാക്ഡ് ആണ്, ഒന്നിന് പിന്നാലെ അത് പാക്ഡ് ആണ്. ഇവിടെയൊക്കെ മിഡിൽ പ്ലാനറ്ററി സിസ്റ്റം മീതൊക്കെ ഒരുപാട് ഇതുണ്ട്, നമുക്ക് സൂര്യവെളിച്ചം എല്ലാ ദിക്കിലെത്തും. പക്ഷെ താഴെ പോകുന്നതോറും സൂര്യവെളിച്ചം കമ്മിയായിരിക്കും. പാതാളത്തിലും മറ്റുള്ള ലോകങ്ങളിലും. പിന്നെ അവിടെ എങ്ങനെ വെളിച്ചം കിട്ടുന്നത്? അഗ്നി ഉപയോഗിച്ചാണോ പ്രഭു? അഗ്നി ഉണ്ടോ? അല്ല, എന്തെല്ലാം റിഫ്ലക്ഷൻ ആണോ പ്രഭു? ഭഗവാന്റെ റിഫ്ലക്ഷൻ അല്ല, രത്നങ്ങളുടെ ഒക്കെ തിളക്കം കൊണ്ട് അങ്ങനെയാണോ പ്രഭു? ഏത് രത്നങ്ങളുടെ? സ്നേക്സിന്റെ ഒക്കെ. യെസ്, അവരുടെ മണിയിൽ നിന്ന് സെൽഫ് എഫൾജന്റ് ആണ്. അങ്ങനെയാണ് അവിടെ വെളിച്ചം കിട്ടുന്നത്. അല്ലാണ്ട് സൂര്യ വെളിച്ചം അല്ല എന്ന് പറയുന്നത്. അതും ജ്വൽസ് ആണ്. അപ്പോ ജ്വൽ ഇസ് സെൽഫ് എഫൾജന്റ് ആണ്. സോ ഇൻ ഈച്ച് എക്സാമ്പിൾ ദ ലോർഡ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് മണി, എ ജ്വൽ. ലൈക്ക് എ ജ്വൽ, ഹി ഈസ് സെൽഫ് എഫൾജന്റ്. ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന അത് ജ്യോതിയാണ്. അതാണ് സൂര്യപ്രകാശമായിട്ട് നമുക്ക് കിട്ടുന്നത്. താഴെ അധമലോകത്തിലേക്ക് പോകുമ്പോൾ, ലോവർ പ്ലാനറ്ററി സിസ്റ്റം പോകുമ്പോൾ അവിടെ സൂര്യ വെളിച്ചം കിട്ടുന്നില്ല. നാഗങ്ങളുടെ ശിരസിലുള്ള മണി സെൽഫ് എഫൾജന്റ്. അങ്ങനെയാണ് അവിടെ പ്രകാശം കിട്ടുന്നതാണ് പറയുന്നത് നമ്മുടെ ഭാഗവതം. അപ്പോൾ സോ ഹി സെൽഫ് എഫൾജന്റ്,
വെരി ബ്യൂട്ടിഫുൾ ആൻഡ് ഹൈലി വാല്യുബിൾ. സെൽഫ്, അതായത് വേറെ ഒരു മീഡിയം ആവശ്യമില്ല ലൈറ്റിന് വേണ്ടിയിട്ട്. സെൽഫ് എഫ്ലിജൻ്റ് ആണ്. വെരി ബ്യൂട്ടിഫുൾ. ഭഗവാന്റെ ആ സൗന്ദര്യത്തിനെ വെല്ലാൻ വേണ്ടിയിട്ട് വേറെ ഒരു സൗന്ദര്യം നമുക്ക് കമ്പയർ ചെയ്യാനില്ല. നോൺ കമ്പയറബിൾ. എന്താണ് ഭഗവാന്റെ സൗന്ദര്യത്തിന്റെ പ്രത്യേകത? എന്താണ്? എന്താണ് നമ്മളുടെ ഭൗതിക ലോകത്തിലെ സൗന്ദര്യത്തിന്റെയും ഭഗവാന്റെ സൗന്ദര്യത്തിന്റെയും വ്യത്യാസം എന്താണ്? ഭഗവാന്റെ സൗന്ദര്യം നമുക്ക് ഒരിക്കലും മടുക്കില്ല. ഓക്കെ, എത്ര കണ്ടാലും നമുക്ക് ഭൗതിക ലോകമാണെങ്കിൽ അത് കുറച്ചു നേരം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനോട് മടുക്കും. ഇഷ്ടം തോന്നില്ല. യെസ്, ഭഗവാനാകുമ്പോൾ നമ്മൾ എപ്പോഴും ആകർഷിച്ചുകൊണ്ടിരിക്കും. അതെ, വെരി ഗുഡ്. അതല്ലാതെ എപ്പോഴും നമ്മുടെ ആനന്ദം നമ്മുടെ സൗന്ദര്യം 20-ാമത്തെ വയസ്സിലെ സൗന്ദര്യമാണോ 50-ാമത്തെ വയസ്സില്? ആ, ആദ്യം പുരാണ പുരുഷം നവയൗവനം. എപ്പോഴും എവർഗ്രീൻ ആണ്. ഭഗവാന്റെ സൗന്ദര്യം ക്ഷയിക്കുന്നില്ല. നമ്മുടെ സൗന്ദര്യം ദിവസം തോറും അത് ക്ഷയിച്ചുകൊണ്ടേയിരിക്കുന്നു, നശിച്ചുകൊണ്ടേയിരിക്കുന്നു. അല്ലേ? സയൻസ് ഓഫ് സെൽഫ് റിയലൈസേഷനിലെ ഒരു ആർട്ടിക്കിൾ, ഒരു ഇതുണ്ട്, ഒരു ചാപ്റ്റർ ഉണ്ട്. അതിലെ ബ്യൂട്ടി ആൻഡ് ദ ട്രൂത്ത് പണ്ടൊരു അധ്യായമുണ്ട്. അത് വായിച്ചിട്ടുണ്ടോ എല്ലാവരും? സയൻസ് ഓഫ് സെൽഫ് റിയലൈസേഷൻ ബുക്കിലെ പ്രഭുപാദ ബ്യൂട്ടി ആൻഡ് ട്രൂത്ത് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, ചാപ്റ്റർ ഉണ്ട്, ഒരു സ്റ്റോറി. എന്താണ് ബ്യൂട്ടി, എന്താണ് സത്യം? ഭൗതിക ലോകത്തിലെ ബ്യൂട്ടിയും സത്യം ഒരു ഇതാണ്, ഒരു സ്റ്റോറി പറയാണ്. ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ അത്? ആത്മഗവേഷണം പറഞ്ഞ ബുക്കാണ് സയൻസ് ഓഫ് സെൽഫ് റിയലൈസേഷൻ. മലയാളത്തില് അത് ക്ലാസ് കേട്ടോണ്ടിരിക്കണേ ഉള്ളൂ പ്രഭു. ആ ചാപ്റ്റർ എത്തിയിട്ടില്ല, അത് വായിച്ചോണ്ടിരിക്കുന്നു ക്ലാസ്സില്. ആ ബുക്ക് തന്നെ മാതാജി. ശരണി മാതാജി, ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? നിഷ മാതാജി, ശരണി മാതാജി. പ്രഭു വായിച്ചിട്ടില്ല പ്രഭു. പ്രഭു ബക്കറ്റ് ബ്യൂട്ടിയുടെ കഥ പറഞ്ഞു. അതാണ് അല്ലേ? അതെ. അപ്പൊ അത് വായിച്ചാൽ നമുക്കറിയാം എന്താണ് ബ്യൂട്ടി, ഭൗതിക സൗന്ദര്യം എന്താണെന്ന് നമുക്ക് വായിക്കാൻ അറിയാം. അപ്പൊ നമ്മളുടെ എന്താ അറിയാ, എല്ലാം നന്നായിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മുടെ സ്കിൻ ബ്യൂട്ടിയാണ്. നമ്മുടെ ബ്യൂട്ടി ഈസ് ജസ്റ്റ് 1 or 2 millimeter ഡീപ്പാണ്. ഒരു പോറൽ വന്നാൽ ബ്യൂട്ടി പോയി. ഫേസിൽ ഒരു പോറൽ വന്നാൽ മതി, അല്ലേ? ചെറിയൊരു പോറൽ വന്നാൽ ബ്യൂട്ടി പോയി. അതെ, 1 or 2 millimeter ഡെപ്ത് ഉള്ളൂ അതിനാ ബ്യൂട്ടിക്ക്. സ്കിൻ ബ്യൂട്ടിയാണ്. എത്ര കൊല്ലം ഉണ്ടായിരിക്കും ബ്യൂട്ടി? ഇപ്പൊ ഈ കൊല്ലത്തെ മിസ് യൂണിവേഴ്സോ അല്ലെങ്കിൽ മിസ്റ്റർ യൂണിവേഴ്സോ അടുത്ത കൊല്ലമായിരിക്കില്ല, മാറി. കാണിച്ചാൽ ബ്യൂട്ടി പോയി. അതുകൊണ്ടാണ് ഇങ്ങനെ ലൈം ലൈറ്റിൽ ഇരിക്കുന്ന ആൾക്കാർ, ആ ബ്യൂട്ടിഫുൾ ആ പദവി കിട്ടിയ ആൾക്കാർക്ക് പിന്നീട് ആ പദവി നഷ്ടപ്പെടുമ്പോൾ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർ ഈവൻ ആത്മഹത്യയെ കൂടി ശ്രമിക്കുന്നു, അല്ലേ? അപ്പൊ ഭൗതിക ലോകത്തിലെ ഒരു ക്ലാസ്സിൽ ഏതൊരു മഹാരാജ് പറഞ്ഞു, അതായത് നമ്മുടെ ഭൗതിക ലോകത്തിലെ ബ്യൂട്ടി മീതുള്ള സ്വർഗലോകത്തിലെ അപ്സരന്മാരും ഗന്ധർവന്മാരും കാണുമ്പോൾ ഇത് എന്തൊരു ബ്യൂട്ടിയാണത്. അതുപോലെ അവരെ വൈകുണ്ഠത്തിലെ ലക്ഷ്മിമാര് കാണുമ്പോ ഇതെന്ത് ബ്യൂട്ടിയാണ്, ഇത് ബ്യൂട്ടിയാണ്. അവരുടെ അവരുടെ ബ്യൂട്ടി വലകുന്താനത്തിലെ ഗോപികമാരുടെ കമ്പയർ ചെയ്യുമ്പോൾ അവരൊന്നുമില്ല. സോ ദിസ് ഈസ് ഹൗ ഇറ്റ് ഈസ് പ്രോഗ്രസീവ്. സോ ഭൗതിക ലോകത്തിലെ ബ്യൂട്ടി അത് പ്രബോധ പറയുന്ന ഒരു വളരെ ചുരുക്കത്തിൽ പറയാം. ഒരു രാജകുമാരൻ കാട്ടിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു കുടിൽ കണ്ടു. ആ കുടിലില് ഒരു നല്ല സൗന്ദര്യമുള്ള ഒരു യുവതി ഉണ്ടായിരുന്നു. അപ്പോൾ ആ യുവതിയെ കണ്ടപ്പോൾ ആകർഷണം തോന്നി. അവ ചെന്ന് പറഞ്ഞു, എനിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്. അതിനിപ്പോൾ എന്താ? അപ്പോൾ യുവതി വളരെ സ്പിരിച്വലാണ്. ആ യുവതി നല്ലൊരു ഭക്തയാണ്. പറഞ്ഞു, കുഴപ്പമില്ലല്ലോ, പക്ഷെ എനിക്ക് കുറച്ച് സമയം, ഒരാഴ്ചത്തെ സമയം വരണം. ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ വരൂ, എന്നിട്ട് നമുക്ക്. അപ്പോൾ ആ സൗന്ദര്യം കണ്ടിട്ട് എനിക്ക് എന്തായാലും എങ്ങനെയാലും എനിക്ക്
നിങ്ങളെ കല്യാണം കഴിക്കണം, അതിനെന്ത് വേണമെങ്കിൽ ഞാൻ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോൾ ശരി, സമ്മതിച്ചു. അങ്ങനെ സമ്മതിച്ചു. ഒരാഴ്ച സമയം തരാൻ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും വരാൻ പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ രാജകുമാരൻ വളരെ സന്തോഷമായിട്ട് പോയി കാണിച്ചാൽ എന്തായാലും യുവതി സമ്മതിച്ചിട്ടുണ്ട്. ഒരാഴ്ചയിൽ എനിക്ക് വെയിറ്റ് ചെയ്യുന്നുള്ളൂ കാണാൻ, സൗന്ദര്യം ആസ്വദിക്കാൻ. അപ്പോ അങ്ങനെ പോയി. പിന്നെ ഒരാഴ്ച ആ ദിവസം പോകുന്നില്ല, ഓരോ ദിവസവും യുഗങ്ങളായിട്ട് തോന്നുകയാണ്. കാരണം അത്രയും ആകർഷണമാണ്, അത്രയും സൗന്ദര്യമാണ്. എങ്ങനെ ഇത് കഴിഞ്ഞു കൂടുന്നത് ഈ ഒരാഴ്ച? അപ്പൊ അങ്ങനെ അവസാനം ആ അപ്പോയിൻമെന്റ് എടുത്ത ഡേറ്റ് പറഞ്ഞ അവധിയെല്ലാം കഴിഞ്ഞു. ആ ദിവസം വന്നു. ഇനി ഞാൻ കാണാൻ പോവാണ്, എനിക്ക് ഈ സ്ത്രീയെ കല്യാണം കഴിക്കാൻ പറ്റും, എനിക്ക് ആസ്വദിക്കാൻ പറ്റും എന്നുള്ള ആഗ്രഹത്തോടെ പോവാണ്. അപ്പോ ചെന്നു, അവിടെ ചെന്നു, ആ കുടിലിൽ ചെന്നു. അപ്പൊ ഒരു വളരെ വീക്കായിട്ട് കണ്ണൊക്കെ ഉള്ളിൽ പോയി, എല്ലാം കോലൊക്കെ ആയിട്ട് ഒരു സ്ത്രീ അവിടെ നിൽക്കുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഇവിടെ നല്ലൊരു സൗന്ദര്യമുള്ള സുന്ദരിയായിട്ടുള്ള ഒരു യുവതി ഉണ്ടായിരുന്നു, ആ യുവതിയെ കാണണമെന്ന് പറഞ്ഞു. അപ്പോ ആ സ്ത്രീ പറഞ്ഞു, ആ യുവതി ഞാനാണ്. നിങ്ങളോ? അതെങ്ങനെയത്? വളരെ സൗന്ദര്യമുണ്ടായിരുന്നല്ലോ, നിങ്ങൾ കണ്ടു. നിങ്ങളല്ല, നിങ്ങൾ നുണ പറയില്ല, ആ യുവതി വിളിച്ചു കൊണ്ടിരും. ഇല്ല, അത് ഞാനാണ്, വിശ്വസിക്കൂ. അപ്പൊ ഈ സൗന്ദര്യം ഒരാഴ്ച കൊണ്ട് എവിടെ പോയി? അപ്പോ ഒരു വലിയൊരു ഡ്രമ്മില് കൂട്ടിക്കൊണ്ടേ കാണിച്ചത്, ഇതാണ് ലിക്വിഡ് ബ്യൂട്ടി, എന്റെ ബ്യൂട്ടി ഇതിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. എന്താണ് ആ സ്ത്രീ ചോദിച്ചാൽ, അദ്ദേഹം രാജകുമാരൻ പോയ ഉടനെ ലാക്സേഷൻ, അതായത് വയറിളക്കാൻ ഡെയിലി വയറിളക്കും. അങ്ങനെ ഒരാഴ്ച വയറിളക്കി ആ സ്ത്രീയുടെ എല്ലാം പോയി, എല്ലാം കോലായി, കണ്ണൊക്കെ സോക്കറ്റിന്റെ ഉള്ളിൽ പോയി. അങ്ങനെ ഒരു അഗ്ലി ഒരു രൂപമായി മാറി. അപ്പോൾ ഇതാണ് ആക്ച്വൽ ഉള്ള ബ്യൂട്ടി. ഇതാണ് ഈ ബക്കറ്റിൽ നിറച്ച് വെച്ചിട്ടുണ്ട്, സ്റ്റൂളും യൂറിനും ഇതൊക്കെയാണ്. ദിസ് ഈസ് മൈ ആക്ച്വൽ ബ്യൂട്ടി, ദിസ് ഈസ് ലിക്വിഡ് ബ്യൂട്ടി. അപ്പൊ പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ കണ്ണ് തുറന്ന് കാണിച്ചു തരാണ്. ഇതെല്ലാം ടെമ്പററി ആണ്, ഇത് ശാശ്വതമല്ല. ദിസ് ഔട്ട്സൈഡിലൊരു പാക്കിംഗ് മാത്രമാണ്, റിയൽ ബ്യൂട്ടി അല്ല എന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട് പ്രഭുപാദ. ലിക്വിഡ് ബ്യൂട്ടി അല്ലെങ്കിൽ ബ്യൂട്ടി ആൻഡ് ദ ട്രൂത്ത് എന്ന് പറയുന്നത്. അതാണ് അതിന്റെ സ്റ്റോറി. വായിച്ചു നോക്കും, നന്നായി രസമായിട്ട് എഴുതിയിട്ടുണ്ട് പ്രഭുപാദ. Science of self-realization. So without a gel, a ring setting looks empty. And so without Krishna, Garuda would have no extraordinary importance. ഒരു റിങ്ങില് അതിന്റെ ബ്യൂട്ടി, അതിന് ഒരു രത്നമുണ്ടെങ്കിൽ അതിൽ ബ്യൂട്ടി ഉള്ളൂ. നല്ലൊരു രത്നം അതിൽ പതിച്ചിട്ടുണ്ടെങ്കിൽ അത് തിളങ്ങും. ഓക്കെ, ആ സൂര്യപ്രകാശമൊക്കെ തട്ടുമ്പോൾ എന്താ അതിൻ്റെ ഒരു റിഫ്ലക്ഷനും അതിൻ്റെ ഭംഗിയില്ലേ? അതേപോലെ തന്നെ വിത്തൗട്ട് കൃഷ്ണ, ഭഗവാൻ കൃഷ്ണനില്ലെങ്കിൽ ഗരുഡൻ ഒന്നുമല്ല, ഗരുഡന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. ആൾദോ ഹീസ് എ ലാർജ് ആൻഡ് പവർഫുൾ ബേർഡ്, വലിയ പക്ഷിയാണെങ്കിലും കൂടിയിട്ട് അതിനൊരു പ്രാധാന്യം ആരും കാണില്ല. അപ്പൊ കൃഷ്ണൻ അതിൻ്റെ വേദ സവാരിയായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഭക്തന്മാരെ കൊണ്ടുപോകുമ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസ് ഗരുഡന് പിന്നെ കിട്ടില്ല. ഇല്ലെങ്കിൽ without Krishna, the gopis' eyes would have no place to rest and nothing to see. അപ്പൊ കൃഷ്ണന്റെ ദർശനം കിട്ടിയില്ലെങ്കിൽ ഗോപികമാരുടെ കണ്ണിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. അവരെന്താണ് ആഗ്രഹിക്കുന്നത്, ദാഹിക്കുന്നതെന്ന്? എപ്പോഴും കൃഷ്ണന്റെ ആ ഭംഗി ആസ്വദിക്കാൻ, അത് കുടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ എന്താ പറയുക ആഗ്രഹിക്കുന്നത്. അതിന്റെ ഉദാഹരണം, ജസ്റ്റ് ആസ് എ ചാതക ബേർഡ് റിമെയിൻസ് റെസ്റ്റ്ലെസ് until it sees a rain bearing and life giving cloud. ചാതക ബേർഡ്സും വേഴാമ്പൽ പക്ഷികളും അവരും എന്താണ്, റെസ്റ്റ്ലെസ് ആണ്. എന്നുവെച്ചാൽ ആ റെയിൻ ഫിൽഡ് ക്ലൗഡ് കണ്ടിട്ടില്ലെങ്കിൽ അതും റെസ്റ്റ്ലെസ് ആണ്. അതേപോലെ ഗോപികമാരുടെ കണ്ണുകളും റെസ്റ്റ്ലെസ് ആണ് ഭഗവാനെ കണ്ടിട്ടില്ലെങ്കിൽ. As Lord Chaitanya says, in the mood of a gopi, okay, the whole world appears vacant without you. Okay, യുഗായുധം നിമിഷേന ചക്ഷുഷാ പ്രവസായുധം ശൂന്യായുധം ജഗത് സർവം ഗോവിന്ദ വിരഹേനമേ. ശൂന്യായുധം, ഈ ജഗത് മുഴുവൻ ശൂന്യമായിട്ട് തോന്നും. ഗോവിന്ദ വിരഹേനമേ, ഗോവിന്ദന്റെ വിരഹത്തില് ഈ ലോകം മുഴുവനെ, ഈ പ്രപഞ്ചം മുഴുവനെ ശൂന്യമായിട്ട് തോന്നുന്നു എന്ന് ചൈതന്യ മഹാപ്രഭു ഗോപിയുടെ മൂഡില്,
രാധാറാണിയുടെ മൂഡിൽ പറയാണ്. ഓക്കെ, ദ ഹോൾ വേൾഡ് അപ്പിയേഴ്സ് വേക്കൻറ്റ് വിതൗട്ട് യു. ഇൻ ദ ആബ്സെൻസ് ഓഫ് കൃഷ്ണ ദ ഗോഡ്സ് വുഡ് ബി വിതൗട്ട് ദ ക്രസ്റ്റ് ജ്വൽ. ഓക്കെ, അപ്പോൾ ഭഗവാൻ ഇല്ലെങ്കിൽ ദ ഗോഡ്സ്, ദേവതമാര്, അതായത് ആ ജ്വലില്ലാതെ നമുക്ക് തോന്നും. ആൻഡ് ദെയർ ഓൺ വാല്യൂ വുഡ് ഫോൾ അവേ. അപ്പോൾ ദേവതമാരുടെ അതോറിറ്റി, ദേവതമാരുടെ ആ ഇമ്പോർട്ടൻസ്, സിഗ്നിഫിക്കൻസ് എന്താണ്? ഭഗവാനുള്ളത് കാരണം, ഭഗവാൻ അവരെ എംപവർ ചെയ്യുന്ന കാരണമാണ്. ഇപ്പൊ പ്രഭുപാദയുടെ ഡിസൈപ്പിൾസിന്റെ വാല്യൂ എന്താണ്? ബിക്കോസ് ദേ ആർ പ്രഭുപാദാസ് ഡിസൈപ്പിൾ. അല്ലെ, ഓൺ ദെയർ ഓൺ ദേ ഹാവ് നോ വാല്യൂ, ബട്ട് ദേ ആർ കണക്റ്റഡ് ടു പ്രഭുപാദ, ദേ ഹാവ് വാല്യൂ. അതേപോലെ നമ്മൾക്ക് ഒരു വാല്യൂ ഇല്ല, പക്ഷെ നമുക്ക് വാല്യൂ എപ്പോഴാണ് വരുന്നത്? വെൻ വി ആർ കണക്റ്റഡ് ടു ദ സമ്പ്രദായ, അല്ലെ, ഗൗഡിയ സമ്പ്രദായ. ആൻഡ് വെൻ വി സേ വി ആർ പ്രഭുപാദാസ് ആർമി, വി ഹാവ് വാല്യൂ. ഞാൻ ഇന്ന ആളാണ്, ഇന്ന ആളുടെ മകനാ പറഞ്ഞ വാല്യൂ ഇല്ല, പക്ഷെ ഐ ആം മൈ പരം ഗുരു ഇസ് പ്രഭുപാദ് പറയുമ്പോൾ വി ആർ പ്രഭുപാദാസ് മാൻ. അപ്പൊ അവിടെ വാല്യൂ ഉണ്ട്. അതേപോലെ ഭഗവാനായിട്ട് കണക്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് വാല്യൂ ഉള്ളൂ, അല്ലെങ്കിൽ വാല്യൂ ഇല്ല. സോ ഈവൻ ദേവി ദേവതമാർക്കുള്ള വാല്യൂ പറഞ്ഞാൽ ദേ ആർ ലോർഡ് കൃഷ്ണാസ് പേഴ്സണൽ സെർവൻറ്റ്, എംപവേർഡ് സെർവൻസ്. അപ്പൊ നമുക്കും വാല്യൂ ഉണ്ട്. ഈസ് ഹരേ കൃഷ്ണ ഡിവോട്ടി, അല്ലേ, ഈസ് ഇസ്കോൺ മെമ്പർ. അപ്പോൾ അവര് എക്സ്പെക്ടേഷൻ വെക്കും. നമ്മള് ഒരു ഹരേ കൃഷ്ണ ഡിവോട്ടി എന്ന് പറയുമ്പോൾ പൊതുവെ സമൂഹത്തിലെ ഒരു അക്സെപ്റ്റൻസ് ഉണ്ട്. എന്താണ്? ദേ ആർ ഫോളോയിങ് ഫോർ റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ്, ദേ ആർ ചാൻഡിങ് ഹോളി നെയിംസ് ഓഫ് ദ സുപ്രീം ലോർഡ്, ആൻഡ് ദേ ആർ റിലയബിൾ, ദേ ആർ ഹോണസ്റ്റ്, ദേ ആർ ട്രൂത്ത്ഫുൾ, ട്രസ്റ്റ് വർത്തി. ഇതൊക്കെ ഒരു എക്സ്പെക്ടേഷൻ ആണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ജീവിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമ്മുടെ സൊസൈറ്റിക്ക് തന്നെ അപമാനമായിട്ട് തീരും. അല്ലെ, ഒരു ഡോക്ടറ് നന്നായിട്ട് ബിഹേവ് ചെയ്തിട്ടില്ലെങ്കിൽ, ഡോക്ടറിന്റെ ചില എത്തിക്സ് ഉണ്ട്, അത് പ്രകാരം അവർ ജീവിച്ചിട്ടില്ലെങ്കിൽ, അത് പ്രകാരം അവര് ഇടപെടൽ നടത്തിയിട്ടില്ലെങ്കിൽ കംപ്ലീറ്റ് ഡോക്ടർ സമൂഹത്തിനൊരു പേര് ദൂഷ്യം വരും. അല്ലേ, അതേപോലെ പോലീസ് കറപ്റ്റ് ആണെങ്കിൽ കംപ്ലീറ്റ് പോലീസിനെ നമ്മൾ ആക്ഷേപിക്കും. അങ്ങനെ സാധാരണ സംഭവിക്കാറ്. അപ്പൊ അതേപോലെ ഒരു ഡിവോട്ടി, ഒരു ഹരേ കൃഷ്ണ ഡിവോട്ടി പാലിക്കേണ്ട നിയമങ്ങൾ പാലിച്ചിട്ടില്ലെങ്കിൽ, ഒരു ഡിവോട്ടിയായിട്ട് ജീവിച്ചിട്ടില്ലെങ്കിൽ, നമ്മൾ എക്സ്റ്റേണലി മാത്രം ഡിവോട്ടി ആയ പോരാ, ഇന്റേണലി നമ്മൾ ഡിവോട്ടി ആയിരിക്കണം. എക്സ്റ്റേണലി ഡിവോട്ടി ആവാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നല്ലൊരു പഞ്ചകച്ചിയും ഒരു തിലകും ഒരു കണ്ടിമാലിയും ഒരു ജുബയ്ക്ക് ഉണ്ടെങ്കിൽ എക്സ്റ്റേണലി ഡിവോട്ടി ആയി. പക്ഷെ ഇന്റേണലി ആയിരിക്കണം. എക്സ്റ്റേണലി കാണിച്ചില്ലെങ്കിലും ഇന്റേണലി നമ്മൾ ഡിവോട്ടി ആയിരിക്കണം. ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. സോ ഇവിടെ ചൈതന്യ മഹാപ്രഭു പറയുന്നതാണ്, ഗോവിന്ദ വിനഹേനമേ, ഗോവിന്ദൻ ഇല്ലെങ്കിൽ നമുക്ക് ഇതെല്ലാം ശൂന്യായുധം ജഗത് സർവം എന്നാണ് പറയുന്നത്. Thus Lord Krishna is absolutely essential figure in his own lila in the spiritual world as well as in all the operations of the mirror world. അപ്പൊ ഭഗവാൻ കൃഷ്ണൻ ഇല്ലെങ്കിൽ അത് ആധ്യാത്മിക ലോകത്തിലാണ് ശരി, ഭൗതിക ലോകത്തിലാണ് ശരി, അതിന് യാതൊരു പ്രാധാന്യമില്ല എന്നാണ് പറയുന്നത്. അബ്സല്യൂട്ട്ലി എസെൻഷ്യൽ ഫിഗർ ആണ് ഭഗവാൻ കൃഷ്ണൻ. അപ്പൊ ഭഗവാനെ മധ്യത്തിൽ വെച്ച്, ഭഗവാനെ സെൻട്രൽ വെച്ച് നമ്മളെല്ലാവരും ഭഗവാനെ ഉപാസിക്കുമ്പോൾ, ഭഗവാന്റെ ലീലകൾ, ഭഗവാന്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇടപെടുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ആനന്ദം ഭഗവാൻ ഇല്ലെങ്കിൽ ഒന്നുമില്ല. എല്ലാം ഉണ്ട്, പക്ഷെ ഭഗവാൻ ഇല്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല, ഒരു കാര്യമില്ല. ഇറ്റ്സ് ബിഗ് സീറോ. അപ്പൊ നമുക്ക് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. നമുക്ക് ഭക്തിയില്ല, ഭഗവാൻ വിശ്വാസമില്ല. ആ ക്വാളിറ്റീസ് എല്ലാം ഓരോ അഡീഷൻ സീറോ ആണ്. ഒരുപാട് ക്വാളിഫിക്കേഷൻ, ഫോർ എക്സാമ്പിൾ ഭൗതിക തലത്തിലുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട്. ഓരോ ക്വാളിഫിക്കേഷൻ നമുക്ക് പറയാം, ഓക്കെ, 0 0 0 ആഡ് ചെയ്യാം. പക്ഷേ അതിന് വാല്യൂ വരുന്ന എപ്പോഴാണ്? 1 ആ 0ന്റെ മുമ്പിൽ വരുമ്പോൾ, അല്ലേ? അപ്പൊ നമുക്ക് എന്തെല്ലാം ക്വാളിഫിക്കേഷൻ ശരി, നമുക്ക് ഭക്തി ഉണ്ടെങ്കിൽ, ഭഗവാനിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അത് 1 ആണ്. അപ്പോൾ അതിന് വലിയ വാല്യൂ ആയിരിക്കും. Without that, everything adding 0 only, without the
digit 1. So as he states in Bhagavad Gita 7.7, everything rests upon me as pearls are strung on a thread. Mataha paradaram na anyat kinchidasti dhananjaya mai sarvam idam protam sutre mani ganaiva. ഞാനല്ലാതെ യാതൊരു സത്യവുമില്ല ഈ പ്രപഞ്ചത്തില്. എല്ലാവരും എന്നെ ആശ്രയിച്ചിട്ടാണ്, എൻ്റെ ആശ്രയത്തിലാണ്. എങ്ങനെയാണോ മുത്തുകള് ഒരു മാലയില് കോർത്തിണക്കിയിരിക്കുന്നത്, ആ മാലയുടെ ആ കോർത്തിണക്കിയിരിക്കുന്ന ത്രെഡാണ് ഞാൻ. ആ ത്രെഡ് ഇല്ലെങ്കിൽ നമുക്ക് മാല ഉണ്ടാക്കാൻ പറ്റില്ല. അത് ചിന്നിച്ചെതറി അവിടെയും ഇവിടെയും കിടക്കും മുത്ത്. അപ്പോൾ എല്ലാറ്റിനെയും ബന്ധിപ്പിക്കുന്ന അത് ഞാനാണ്. എല്ലാവരും റെസ്റ്റ് ചെയ്യുന്നത് എന്നിലാണ്. സൂത്രേ മണിഗണായിവ. അപ്പൊ ഒരു മുത്തുമാലയിൽ എങ്ങനെയാണ് മുത്തുകളെല്ലാം കോർത്തിണക്കി ഒരുപോലെ ചേർന്നിരിക്കുന്നത്, അതേപോലെ ഈ പ്രപഞ്ചത്തിൽ എല്ലാവരും ചേർത്ത് പിടിച്ചിരിക്കുന്നത് എന്നിൽ ത്രൂടെ ഞാൻ മാത്രമാണ് അതിൻ്റെ കാരണം. ഞാനാണ് അതിൻ്റെ പരമസത്യം. ഞാനല്ലാതെ ഒരു സത്യം വേറെ ഇല്ല എന്നാണ് ഭഗവാൻ പറയുന്നത് 7.7. എവറിത്തിങ് റെസ്റ്റ് അപ്പോൺ മീ ആസ് പേൾസ് ആർ സ്ട്രങ് ഓൺ എ ത്രെഡ്. ആ ത്രെഡ് എന്ന് കട്ട് ചെയ്ത് നോക്കൂ അല്ലേ? ആ ത്രെഡ് ആ മുത്തുമാലയല്ലേ, ത്രെഡ് നമുക്ക് കാണുന്നില്ല, വിസിബിളും അല്ല. അതേപോലെ ഭഗവാനെ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ ഭഗവാൻ പ്രസൻസ് ഉണ്ട്. ഭഗവാന്റെ പ്രസൻസ് ഇല്ലാണ്ട് ഈ പ്രപഞ്ചം വർക്കിയില്ല. എങ്ങനെ മുത്തുമാലയിലത്തെ ആ ത്രെഡിനെ ഇൻവിസിബിൾ ആയിട്ട് ഇരിക്കുന്നു, അതേപോലെ ഭഗവാനും ഈ പ്രപഞ്ചത്തിലെ ഇൻവിസിബിൾ ആണ്. നമ്മളുടെ നഗ്നമായിട്ടുള്ള നേത്രങ്ങളെ കൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. When a soul misuses his free will, he tries to become the center of existence and thinks he can do without Krishna. അപ്പൊ നമ്മളുടെ ആ സ്വാതന്ത്ര്യത്തെ നമ്മൾ ദുരുപയോഗപ്പെടുത്തുമ്പോൾ, ഇതല്ല ഭഗവാൻ എവിടെ, ഭഗവാനൊന്നുമില്ല, ഞാൻ എൻ്റെ എല്ലാം, ഐ ആം ദ ഡൂവർ, ഐ ആം ദ എൻജോയർ, ഐ ആം ദ മാസ്റ്റർ, ഐ ആം ദ മെയിൻറ്റെയിനർ, ഐ ആം ദ പ്രൊപ്പറേറ്റർ. ഈ ചിന്തയാണ് എല്ലാവർക്കും. ഞാനാണ്, ഭഗവാനൊന്നുമില്ല. അപ്പോൾ നമ്മളുടെ സ്വാതന്ത്ര്യത്തെ, ഫ്രീ വില്ലിനെ മിസ്യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഞാനാണ് എല്ലാം. ഞാനില്ലെങ്കിൽ അദ്ദേഹത്തിന് ജോലി കിട്ടില്ല, ഞാനില്ലെങ്കിൽ ഇവരുടെ ജീവിതം കട്ടപ്പുക, ജീവിക്കാൻ പറ്റില്ല. എല്ലാം ഞാനാ സഹിക്കുന്നത്, ഞാനാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെന്താ സെന്റർ ഓഫ് അട്രാക്ഷൻ ഞാനാണ്, ഭഗവാൻ ഇല്ല. ഞാൻ എന്നുള്ള ഒരേ ഇത് ഐ മീ ആൻഡ് മൈൻ. അപ്പോൾ അതാണ് ഈ ഫ്രീ വിൽ മിസ്യൂസ് ചെയ്യാൻ സംഭവിക്കുന്നത്. ഭഗവാൻ ഇല്ലാണ്ട് എല്ലാ ക്രെഡിറ്റും എനിക്ക്, എൻ്റെ ക്രെഡിറ്റാണ്, എൻ്റെ ശക്തിയാണ്, എൻ്റെ ഇൻഫ്ലുവൻസ് ആണ്, എൻ്റെ പണമാണ്, എൻ്റെ പവറാണ്. ഇതെല്ലാം നടക്കുന്നത് എൻ്റെ പവർ കൊണ്ടാണ്, എൻ്റെ പൈസ കൊണ്ടാണ്, എൻ്റെ കഴിവ് കൊണ്ടാണ് എന്നുള്ള ഒരു ഇതിലേക്കാണ് നമ്മൾ എത്തുന്നത്. നമ്മൾ മിസ്യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ഫ്രീ വില്ല്. ദിസ് മിസ്റ്റേക്ക് ഈസ് ഇല്ലസ്ട്രേറ്റഡ് ഇൻ ദ സ്റ്റോറി ഓഫ് സത്രജിത്ത്. ഓക്കെ, എല്ലാവർക്കും സത്രജിത്തിന്റെ സ്റ്റോറി അറിയാലോ. One who once possessed a wondrous jewel called Shamantaka. സത്രജിത്തിന്റെ അടുത്ത് ഒരു മണിയിലായിരുന്നു, അതിന്റെ പേര് ശമന്തക, which he wore in a locket around his neck. When Satyajit entered Dwaraka, Krishna asked him to deliver the jewel to the king Ugrasena. അപ്പോൾ ആക്ച്വലി ഈ ജ്വല്ല്, ഈ മണി ആക്ച്വലി രാജാവിന്റെ കയ്യിലായിരിക്കേണ്ടത്. അതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. എവരിഡേ എത്രയോ പൗണ്ട് സ്വർണം അത് നൽകുമായിരുന്നു ആ മണി. അപ്പൊ അങ്ങനത്തെ ഒരു സ്പെഷ്യൽ മണിയാണ്. അപ്പൊ അത് തന്റെ കയ്യിലല്ല വേണ്ടത്, രാജാവിന്റെ കയ്യിലാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ കൃഷ്ണൻ ആരോട്, സത്രജിത്തിനോട് പറഞ്ഞു. But instead Satrajit installed the jewel in a temple, worshipped it and gained 170 pounds of gold daily. അപ്പൊ അത് കേൾക്കാതെ, ആ നിർദ്ദേശം കേൾക്കാതെ അദ്ദേഹം അതിനെ പൂജിക്കാൻ തുടങ്ങി. അങ്ങനെ പൂജിക്കാൻ തുടങ്ങിയപ്പോൾ എവറി ഡേ 170 pounds ഗോൾഡ് കിട്ടും. Because of his claim that the jewel did not belong to Krishna, King Satrajit and his family suffered in many ways. സ്റ്റോറി അറിയാം. അത് തൻ്റെ ബ്രദറിന് കൊടുത്തു. ബ്രദർ കാട്ടിൽ പോയി അത് ഒരു സിംഹമായിട്ടുള്ളൊരു എൻകൗണ്ടറിൽ, അല്ലേ, സിംഹം അല്ലേ,
അതെടുത്തു. അത് ജാമ്പവാനും അസിമത്തിനെ വന്നിട്ട് ആ ജലെടുത്തു. ജാമ്പവാൻ തന്നെ മോൾക്ക് കളിക്കാൻ കൊടുത്തു. പിന്നെ അത് ഭഗവാൻ പോയിട്ട് ഫൈറ്റ് ചെയ്തിട്ട് അത് മേടിച്ചു. അങ്ങനെയുള്ള ഒരു സ്റ്റോറിയാണ്. അങ്ങനെയാണ് ജാമ്പവാന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്, അല്ലേ? ആരാണ്? ജാമ്പവതി. അങ്ങനെ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ശത്രുജിത്തിന്. സഫേർഡ് ഇൻ മെനി വേസ്. The king found peace only when he realized that the Shamantaka should be given to the supreme jewel, Lord Krishna. ഇതിന്റെ ശരിക്കുള്ള അധികാരി ആരാണ്? ഭഗവാൻ കൃഷ്ണനാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അവർക്ക് എല്ലാത്തിനും ശമനം കിട്ടിയത്. And so he gave both the jewel and his daughter Satyabhama to the Lord. അതിപ്പോ അപ്പൊ വന്ന് എന്താ പറയാ, സത്യജിത്തിന്റെ മോർണിംഗ് കിട്ടി, ജാമ്പവന്റെ മോർണിംഗ്. രണ്ടുപേരും ഒരേ ലീലയുടെ ഭഗവാൻ പത്നിമാരായിട്ട് സ്വീകരിച്ചു. സത്യജിത്തിന്റെ മകളാണ് സത്യഭാമ, അതേപോലെ ജാമ്പവന്റെ മകളാണ് ജാമ്പവതി. അത് ശമന്തക ജ്വല്ലിന്റെ സ്റ്റോറി. ഹരേ കൃഷ്ണ. So vancha kalpatarubhesya kripa sindhubhyev cha patitanam pavanebhyo vaishnavebhyo namo. अनंत कोटि वैष्णव की जय, श्री प्रभुपाद की जय, गुरु महाराज की जय, गो प्रेमानंदे। हरि हरि हरे कृष्णा।